ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ എ പെരിലിയസ് വേൾഡ് ഇന്ത്യ മസ്റ്റ് റീഡ് ദ ടി ലീവ്സ് വെൽ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരുന്നു. അത് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിലെ എത്രത്തോളം പര്യാപ്തമാണ് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, GST reform and unfinished business in tobacco control. അതായത് GST വന്നിട്ട് 8 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ടൊബാക്കോ ടാക്സേഷനിൽ ഇപ്പോഴും ഗ്യാപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള എഡിറ്റോറിയൽ ആണത്. ആൻഡ് തേർഡ് വൺ, വോട്ടർ വെരിഫിക്കേഷൻ ഡ്രൈവ് ഇൻ ബീഹാർ, ടു ലിറ്റിൽ ടൈം, ടു മെനി ഹേർഡിൽസ്. അതായത് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇലക്ട്രൽ വെരിഫിക്കേഷൻ ഡ്രൈവ് നടത്തുകയാണ്. സോ അത് ഈ ഒരു മാസ് വെരിഫിക്കേഷൻ വളരെയധികം ഹേർഡിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ഹൗ ഡു അൺസേഫ് ക്യാൻസർ ഡ്രഗ്സ് റീച്ച് പേഷ്യന്റ്. അതായത് ബാഡ് ആയിട്ടുള്ള ക്യാൻസർ ഡ്രഗ്സ് ഗ്ലോബലി തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളമാണ് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിനെ അഫക്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇത്രയും വീക്ക് റെഗുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫിഫ്ത് വൺ, ക്യാൻ എ GI ടാഗ് പ്രിവെന്റ് കൾച്ചറൽ മിസ്അപ്രോപ്രിയേഷൻ. അതായത് ഇൻഡിജിനിയസ് പ്രോഡക്ട്സിന് ഗ്ലോബലി തന്നെ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് റെഗുലേഷൻസ് ഇത്രത്തോളം വീക്കൻ ആകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് സിക്സ്ത് വൺ, 683 സ്പീഷീസ് ആഡഡ് ടു ഇന്ത്യസ് ഫോണ, 433 ടാക്സ് ടു ഇറ്റ്സ് ഫ്ലോറ ഡ്യൂറിംഗ് 2024. അതായത് ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി വളരെയധികം വർദ്ധിച്ചു എന്ന ഉള്ളൊരു ന്യൂസ് ആണത്. ആൻഡ് സെവൻത് വൺ, കൊംബൂച്ച ക്യാൻ റീബാലൻസ് ദ ഗട്ട് എക്കോസിസ്റ്റം ഇൻ പീപ്പിൾ വിത്ത് ഒബിസിറ്റി. അതായത് കൊംബൂച്ച ഡ്രിങ്ക് എത്രത്തോളമാണ് ഗട്ട് എക്കോസിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിളും നമുക്ക് വളരെയധികം ഡെപ്തിൽ നോക്കിപ്പോകാം. ഫസ്റ്റ് വൺ, ഇൻ എ പെരിലിയസ് വേൾഡ് ഇന്ത്യ മസ്റ്റ് റീഡ് ദ ടി ലീവ്സ് വെൽ. അതായത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രൽ ആയിട്ടൊരു സ്റ്റാൻഡ് ആയിരുന്നു. സോ നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചും ഈ പറയുന്ന ന്യൂട്രാലിറ്റി കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ ഈ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പര്യാപ്തമാണോ അല്ലയോ എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. US അടക്കം ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്ക് മാറുമ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് ഇന്ത്യക്ക് ഒരിക്കലും ഗുണകരമാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ എഡിറ്റോറിയലിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ചൈന പാകിസ്ഥാൻ മിലിറ്ററി നെക്സസും വളരെയധികം കൂടിയിട്ടുണ്ട്. അതെ, ചൈന പാകിസ്ഥാൻ മിലിറ്ററി പാർട്ണർഷിപ്പ് ഇന്ത്യ കുറെ കൂടി റീഅസസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ ചൈനീസ് സിസ്റ്റം അത്രത്തോളം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെയാകുമ്പോൾ ഒരു 2 ഫ്രണ്ട് ത്രെട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിലേക്ക് മാറും. സോ നമുക്ക് മൊത്തത്തിലൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് ആവശ്യമായിട്ടുള്ളത്. ലോങ് ഡ്യൂറേഷൻ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. സോ അങ്ങനെയാകുമ്പോൾ ഗ്ലോബൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ വളരെയധികം സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. എത്രത്തോളമാണ് നമ്മൾ AI, അതേക്കന്നെ ഡ്രോൺ വാർഫെയർ, ഇലക്ട്രോമാഗ്നറ്റിക് കേപ്പബിലിറ്റീസ്, അമ്യൂണൈസേഷൻ, സ്റ്റോക്ക് പൈലിംഗ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മറ്റുമൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ചൈനയുടെ പുതിയ നാഷണൽ സെക്യൂരിറ്റി ഡോക്ടറിനെ കുറിച്ചും ഇന്ത്യ വളരെയധികം ഡീപ്പായിട്ട് പഠിക്കേണ്ടിയും ഇരിക്കുന്നു. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ചൈന പാകിസ്ഥാൻ മിലിറ്ററി ടൈസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സപ്ലയർ ആണ്. അതേണക്ക് തന്നെ അവർ രണ്ടുപേരുമായിട്ട് മിലിറ്ററി എക്സസൈസും ടെക്നോളജി ട്രാൻസ്ഫേഴ്സും ഒക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നോക്കുമ്പോൾ വളരെയധികം കൂടിയിട്ടുള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഗദ്ദാർ പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൈനയുടെ ആ ഒരു ഏരിയയിലുള്ള സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ദെൻ US യൂസ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ്. അതായത് ഇറാനെ ആക്രമിക്കാനായിട്ട് US GBU-57 ബോംബ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ GBU-57 ബോംബ് യൂസ് ചെയ്തത്? കാരണം അത്രത്തോളം ഹാർഡ് ആയിട്ടുള്ള ഏരിയാസിൽ പോലും, അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ പോലും പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന GBU-57 ബോംബിനുണ്ട്. ആൻഡ് ദെൻ ഷാങ്ഗ്രീല ഡയലോഗ് ആൻഡ് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി. എന്താണ് ഈ പറയുന്ന ഷാങ്ഗ്രീല ഡയലോഗ്? അതായത് ഏഷ്യ പസഫിക് സെക്യൂരിറ്റി സമ്മിറ്റ് ആണ് ഷാങ്ഗ്രീല ഡയലോഗ്. അതിനൊക്കെ തന്നെ ഇൻഡോ പസഫിക് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡിനായാലും ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കായാലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നമ്മൾ കൂടുതലും സാഗർ, അതേണക്ക് തന്നെ റീജിയണൽ കോപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഈ ഒരു ന്യൂസ്, ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
India's foreign policy crisis amidst changing global alliances, strategic implication of China-Pakistan defense integration in India's preparedness, modern warfare preparedness, drones, electromagnetic weapons and AI in national security. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് സെക്കൻഡ് എഡിറ്റോറിയൽ GST reforms and unfinished business in tobacco control. അതായത് GST വന്നിട്ട് 8 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു GSTയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ടാക്സ് സിസ്റ്റത്തേക്ക് ആയാലും അതിനൊക്കെ ലോജിസ്റ്റിക്സ്, റവന്യൂ തുടങ്ങിയവയൊക്കെ വളരെയധികം ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്ന ടൊബാക്കോ ടാക്സേഷനിൽ വളരെയധികം ഗ്യാപ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ടൊബാക്കോനെ സെസ്സിൽ നിന്നും ഒക്കെ മറ്റും ഒഴിവാക്കിയിട്ടുള്ളത്? സോ ഈ പറയുന്ന GST ടൊബാക്കോയ്ക്ക് 40% റൈസ് ചെയ്യണം. അതേ കണക്ക് സ്പെസിഫിക് എക്സൈസ് ഡ്യൂട്ടീസ്, സെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടൊബാക്കോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കാണുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GST സ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം GSTക്ക് 4 സ്ലാബുകളാണ് ഉള്ളത്. 5%, 12%, 18% ആൻഡ് 28%. ഇങ്ങനെ 4 കാറ്റഗറീസിലായിട്ടാണ് നമ്മൾ GSTയുടെ സ്ലാബ് പറയുക. അതേണക്ക് ഈ ഒരു സ്ലാബ് നിശ്ചയിക്കുന്നത് GST കൗൺസിലാണ്. ടാക്സിനെ യൂണിഫൈ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദെൻ എന്താണ് ഈ പറയുന്ന കോമ്പൻസേഷൻ സെസ്? അതായത് GST കാരണം ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റിന് റവന്യൂ ലോസ് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നതാണ് ഈ പറയുന്ന കോമ്പൻസേഷൻ സെസ്. ദെൻ എന്താണ് ഈ പറയുന്ന അഡ്വലോറം ആൻഡ് സ്പെസിഫിക് ടാക്സ്? അഡ്വലോറം എന്ന് പറയുന്നത് പ്രത്യേകം വാല്യൂസ് ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ വാല്യൂസിനായിരിക്കും അവിടെ ഈ പറയുന്ന ടാക്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. സ്പെസിഫിക് എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് പെർ യൂണിറ്റിനായിരിക്കും ഈ പറയുന്ന ടാക്സ് നൽകുക. GST എന്ന് പറയുന്നത് മെജോറിറ്റി ഈ പറയുന്ന അഡ്വലോറം ടാക്സ് ആയിരിക്കും. പക്ഷേ ചില കണ്ടീഷനിൽ അത് സ്പെസിഫിക് ടാക്സ് ആയിട്ടും കാണുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു GST എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പബ്ലിക് ഹെൽത്ത് ആൻഡ് ടാക്സേഷൻ പോളിസി ഗ്യാപ്സ്, GST സ്ട്രക്ചറൽ ഇഷ്യൂസ് ആൻഡ് റവന്യൂ സ്ട്രാറ്റജി, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വോട്ടർ വെരിഫിക്കേഷൻ ഡ്രൈവ് ഇൻ ബീഹാർ, too many hurdles. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബീഹാറിൽ സ്പെഷ്യൽ ഇലക്ട്രൽ റോൾ റിവിഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് എത്രത്തോളം ഹേർഡിൽസ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യും? കാരണം ഇതൊരു മാസീവ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ബർഡൻ ആണ് ഗവൺമെന്റിന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ലോജിസ്റ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ചലഞ്ചസ് ഇതിന് പിന്നാലെയുണ്ട്. ആൻഡ് ദെൻ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് റിസ്ക്, അതായത് ഡോക്യുമെന്റ്സ് അസസ് ചെയ്യാൻ, ഈ പറഞ്ഞ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും പാസ്പോർട്ട് ആയാലും ഒക്കെ ഇത്രയും പെട്ടെന്ന് ഒരു 1 മന്തിനുള്ളിൽ അസസ് ചെയ്യുക എന്നുള്ളത് അണ്ടർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റിസൺസിന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഇത് അവരെ ഡിസ്എൻഫ്രാഞ്ചൈസ്ഡ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. സോ അതേ കണക്കിന് സ്ട്രക്ചറൽ ആൻഡ് ലീഗൽ ഗ്യാപ്സ് വളരെയധികം വലുതാണ്. കാരണം ആധാരോ റേഷൻ കാർഡോ ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ അസസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം സ്ട്രക്ചറൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സ്പെഷ്യൽ റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പറയുന്ന വോട്ടർ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. BLOമാരായിരിക്കും ഹൗസ് സർവേയും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യുക. സോ ബർത്ത് പ്രൂഫും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടായിരിക്കും പുതിയ സിറ്റിസൺഷിപ്പും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇനെലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ അവോയ്ഡ് ചെയ്യുക, അതേണക്കെ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനെ ആഡ് ചെയ്യുക എന്നതാണ് ഈ പറയുന്ന സ്പെഷ്യൽ റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് 2003, അതായത് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അമെന്റ് ചെയ്തിട്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്ന് പറയുന്നത് 2 പേരൻസിൽ ഒരാളെങ്കിലും ഈ പറയുന്ന ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയ ആണ് അവിടെ ഉള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ പവറും വോട്ടർ എലിജിബിലിറ്റി ഡോക്യുമെന്റ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എംപവർ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 324ഉം അതേണക്ക് തന്നെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1915 വഴിയാണ്. അതേണക്ക് വോട്ടർ എന്ന് പറയുന്നത് ഇന്ത്യൻ ആയിരിക്കണം, 18 വയസ്സ് തികഞ്ഞിരിക്കണം, ഓർഡിനറി റെസിഡന്റും ആയിരിക്കണം. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത്? ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സ്ട്രിക്റ്റഡ് പ്രൂഫ് ഫോർ ബർത്ത് ആഫ്റ്റർ 1 ജൂലൈ 1987, അങ്ങനെ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ ഹെൽപ്ഫുൾ ആണ്. കാരണം electoral reforms and challenges to inclusive suffrage, administrative capacity and citizen state interface in public service delivery, impact of documentation gap on vulnerable groups. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഹൗ ഡു അൺസേഫ് ക്യാൻസർ ഡ്രഗ്സ് റീച്ച് പേഷ്യൻസ്?
അതായത് ഗ്ലോബലി തന്നെ ബാഡ് ആയിട്ടുള്ള ക്യാൻസർ ഡ്രഗ്സ് വളരെയധികം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാരണം, എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഇത്രത്തോളം മോശമായിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മോശം ക്യാൻസർ ഡ്രഗ്സിന് 100-ലധികം രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സോ ഈ പുവർ ഹാൻഡ്ലിംഗ്, കണ്ടാമിനേഷൻ, ലാക്ക് ഓഫ് പ്രോപ്പർ മാനുഫാക്ചറിംഗ് ചെക്സ് തുടങ്ങിയവയൊക്കെ വളരെയധികം ഹെൽത്ത് റിസ്ക് പോപ്പുലേഷന് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലും ഈ ഒരു ബാഡ് ക്യാൻസർ ഡ്രഗ്സ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള റെഗുലേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ ഈ ഒരു വീക്ക് റെഗുലേഷൻ വീണ്ടും ഫർദർ ആയിട്ട് കോംപ്ലിക്കേഷൻസ് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൗണ്ടർഫീറ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ടോട്ടലി തന്നെ ആ ഒരു പോപ്പുലേഷനെ വളരെയധികം മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആൻഡ് WHO മെക്കാനിസം പലപ്പോഴും ഇവിടെ ഇനാഡിക്വേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. കാരണം WHO ടൂൾസ് ആയി GMP, COPP, അതിനെ തന്നെ ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് ടൂൾസ് ഒക്കെ സേഫ് ഗാർഡ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു നാഷണൽ ഓവർസൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. സോ ഈ ഒരു ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ബാഡ് ആയിട്ടുള്ള ക്യാൻസർ ഡ്രഗ്സ് ഗ്ലോബലി മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ WHO ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ് ടൂൾസും അതിനൊക്കെ തന്നെ GMP, COPP തുടങ്ങിയ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. GMP എന്ന് പറയുന്നത് റെഗുലേറ്ററി സിസ്റ്റം ആണ്. 1 to 4 ലെവൽസ് വരെ അസസ് ചെയ്യാനുള്ള റെഗുലേറ്ററി സിസ്റ്റം ആണ് ഈ GBT ഉള്ളത്. GMP എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡ്രഗ് ക്വാളിറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു പ്രോസസ്സ് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് GMP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. COPP എന്ന് പറയുന്നത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഡ്രഗിന് അപ്രൂവൽ നൽകുക, അതാണ് COPP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ്, അതായത് WHO ആണ് അത് അംഗീകരിക്കുന്നത്. എല്ലാ 2 വർഷം കൂടുമ്പോഴും WHO അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പ്രയോറിറ്റി ഹെൽത്ത് നീഡ്സിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും, വളരെ കീ മെഡിസിൻസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത്. സേഫ്റ്റി, എഫിഷ്യൻസി, കോസ്റ്റ് എഫക്റ്റീവ്നെസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ മാനദണ്ഡം. ദെൻ ഡ്രഗ് റെഗുലേഷൻ മെക്കാനിസം, ഇന്ത്യയിലെ ഡ്രഗ് റെഗുലേറ്റ് ചെയ്യുന്നത് CDSCO ആണ്. അതായത് ഇമ്പോർട്ട്, ന്യൂ ഡ്രഗ്സ്, ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ CDSCO ആണ്. ഇനി ഈ ഒരു ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ലോസ് ത്രൂ നമ്മൾ നോക്കുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ഉണ്ട്. അതിന് തന്നെ ന്യൂ ഡ്രഗ്സ് റൂൾസ് 2019 ഉണ്ട്. ഗ്ലോബലി ആകുമ്പോൾ US-ന്റെ FDA, യൂറോപ്യൻ യൂണിയന്റെ EMA തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ഒരു റെഗുലേഷൻ മെക്കാനിസം ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2-ലും GS3-ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാപ്സ് ഇൻ ഗ്ലോബൽ ഡ്രഗ് ക്വാളിറ്റി ആൻഡ് റെഗുലേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് കോൺസിക്വൻസസ്, റോൾ ഓഫ് റെഗുലേറ്ററി institutions in pharmaceutical safety, challenges in ensuring quality control in drug manufacturing and distribution system. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ക്യാൻ എ GI tag prevent cultural misappropriation? അതായത് ഈ റീസെന്റ് ഇന്ത്യയുടെ കോൽഹാപൂരി ചപ്പൽസിന്റെ അതേ മാതൃകയിൽ പ്രാദ എന്ന് പറയുന്ന ഒരു ലക്ഷറി ബ്രാൻഡ് അവരുടെ മെൻസ് വെയറും കാര്യങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത് ഗ്ലോബലി തന്നെ ഇൻഡിജിനസ് പ്രൊഡക്ട്സ് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടാണ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു GI പ്രൊട്ടക്ഷന്റെ റെഗുലേഷൻസും കാര്യങ്ങളും ഇത്രത്തോളം വീക്കൻ ആകുന്നത്? എന്താണ് ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്? അതായത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ഒറിജിനും കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ നോളേജ് ലിങ്ക് ചെയ്ത് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സ്റ്റാറ്റസ് കൊടുക്കുന്നതിനെയാണ് ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് നമ്മൾ പറയുക. GI ആക്ട് 1999 പ്രകാരമായിരിക്കും നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ രീതിയിൽ മാത്രമായിരിക്കും, അല്ലാണ്ട് ഒരു ഗ്ലോബൽ പ്രൊട്ടക്ഷൻ ഇത് ഓഫർ ചെയ്യുന്നില്ല. സോ പലപ്പോഴും ഗ്ലോബൽ മിസ്യൂസും കാര്യങ്ങളും ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബസ്മതി റൈസിന്റെ കേസിലായാലും ടർമറിക്, നീം തുടങ്ങിയതിന്റെ കേസിലായാലും ഈ പറയുന്ന ഒരു മിസ്യൂസും കാര്യങ്ങളും മുന്നേ സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രിവെന്റീവ് മിസ്അപ്രോപ്രിയേഷൻ ലോസും കാര്യങ്ങളും ഒന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഓട്ടോമാറ്റിക് ഇന്റർനാഷണൽ GI റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നും ഇന്ത്യക്ക് അപര്യാപ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ ട്രഡീഷണൽ നോളേജ് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GI ആക്ട് 1999 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ത്യയിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് GI ആക്ട് 1999 പ്രകാരമാണ്. മിസ്യൂസ് മിസ്യൂസ് തടയുക, പ്രൊഡ്യൂസേഴ്സിനും എക്സ്പോർട്ടേഴ്സിനും വളരെയധികം സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് GI ആക്ട് 1999 കാണുന്നത്. അതേപോലെ തന്നെ ട്രിപ്സ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പറഞ്ഞ GI ആക്ടും മറ്റും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്.
ദെൻ എന്താണ് ഈ പറയുന്ന ട്രിപ്സ് അഗ്രിമെന്റ്? അതായത് IP സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് WTOയുടെ ഭാഗത്തു നിന്നും കൊണ്ടുവന്നതായിരുന്നു ഈ പറഞ്ഞ ട്രിപ്സ് അഗ്രിമെന്റ്. GI പ്രൊട്ടക്ഷനും കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുക. ഇന്ത്യയുടെ GI ആക്ട് 1999 ട്രിപ്സ് റൂൾസ് ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോണത്. ദെൻ ഈ പറഞ്ഞ കൊൽഹാപൂരി ചപ്പൽസും അതിന്റെ GI ടാഗും. കൊൽഹാപൂരി ചപ്പൽസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു GI പ്രൊഡക്റ്റ് ആണ്. മഹാരാഷ്ട്ര, കർണാടക ഏരിയാസിലാണ് ഇത് കൂടുതലും ഉള്ളത്. അതേ കണക്ക് തന്നെ ആർട്ടിസൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ആർട്ടിസൻസിന്റെ ഓതന്റിസിറ്റിയും കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന GI പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, അതായത് ഇന്ത്യൻ ട്രഡീഷണൽ നോളജ് കീപ്പ് ചെയ്യുന്ന ഡേറ്റാബേസ് ആണ് ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി. ബയോ പൈറസി സ്റ്റോപ്പ് ചെയ്യുക, ഫേക്ക് പേറ്റന്റ്സിനെ കണ്ടുപിടിക്കുക. സോ വേൾഡ് വൈഡ് ആയിട്ട് പേറ്റന്റ് ചെക്സിനെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും GS1ലും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ് ഇൻ പ്രൊട്ടക്ടിംഗ് ഇൻഡിജിനസ് നോളജ് ആൻഡ് ഹെറിറ്റേജ്, ടെറിട്ടോറിയൽ ലിമിറ്റേഷൻസ് ഓഫ് GI പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്ത്യസ് എഫോർട്ട് ടു സെക്യൂർ ക്രോസ് ബോർഡർ റെക്കഗ്നിഷൻ, ത്രെഡ്സ് ടു ഇന്ത്യ ട്രഡീഷണൽ കൾച്ചറൽ എക്സ്പ്രഷൻസ് ഇൻ ദ ഗ്ലോബലൈസ്ഡ് എക്കോണമി. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസും അതിനൊക്കെ തന്നെ എഡിറ്റോറിയലും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, 683 species added to India's fauna, 433 taxa to its flora during 2024. അതായത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് വളരെയധികം ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡായിട്ട് ഡിസ്കവറീസ് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. അത് ഫ്ലോറയിലായാലും അതിനൊക്കെ ഫോണയിലായാലും ഒക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കവറീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലാണ്. സോ ബയോഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ട് കീ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമാണ്. 35% ഈ കണ്ടുപിടിച്ച ന്യൂ ഡിസ്കവറീസിൽ 35% കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വെസ്റ്റേൺ ഗട്ട്സും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുമാണ്. സോ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്യുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയുമാണ്. നോട്ടബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഏതൊക്കെയാണ്? അതായത് റെപ്റ്റൈൽ ജനസിസിൽ 2 അതേപോലെ തന്നെ ആംഫിബിയൻസിൽ 5 പുതിയ സ്പീഷീസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് സ്നേക്ക് ആയ ആംഗിക്കുലസ് ഡികാപ്രിയോ ആണ്. കാരണം ലിയനാർഡോ ഡികാപ്രിയോയുടെ പേരിലാണ് നമ്മൾ അതിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടും തന്നെ ആ ഒരു സ്പീഷീസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്ലോബൽ അറ്റൻഷൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗിക്കുലസ് ഡികാപ്രിയോ എന്ന പേര് നൽകിയിട്ടുള്ളത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ന്യൂ സ്പീഷീസ് ഡിസ്കവറീസ് എത്രത്തോളമാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കൂടുതലും വെസ്റ്റേൺ ഗട്ട്സ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ഡിസ്കവറീസ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, പ്ലാന്റ്സ് ഇത്രയും ഐറ്റംസ് കാണുന്നുണ്ട്. സോ അതിന്റെ മേജർ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഡ്രാവിഡോസസ് ഗോസിനസ്, അതിനൊക്കെ ആംഗിക്കുലസ് ഡികാപ്രിയോ, ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈലി എൻഡമിക് ആയിട്ടുള്ള ഏരിയയാണ്. അതിനൊക്കെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും വളരെയധികം എൻഡമിക് ആയിട്ടുള്ള ഫ്ലോറ ആൻഡ് ഫോണ കാണിക്കുന്ന ഒരു റീജിയൻ ആണ്. രണ്ടും ഹാബിറ്റാറ്റ് ലോസും അതിനൊക്കെ ഇൻവേസീവ് സ്പീഷീസ് ത്രെട്ടും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്താണ് ഇപ്പൊ ഡ്രാവിഡോസസ് ഗോസിനസ് ആൻഡ് ആംഗിക്കുലസ് ഡികാപ്രിയോ? രണ്ടും പുതുതായിട്ട് ഡിസ്കവറി ചെയ്ത സ്പീഷീസ് ആണ്. വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഇവയെ രണ്ടും നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി റെക്കോർഡ്സിന്റെ സ്റ്റേറ്റസ് എന്താണ്? ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി 8% ഇന്ത്യ കാണിക്കുന്നുണ്ട്. 47,000-ലധികം പ്ലാന്റ്സും അതിനകം 1 lakh-ലധികം ആനിമൽസും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം 325 ത്രെട്ടൻഡ് സ്പീഷീസും 5,000-ലധികം എൻഡമിക് പ്ലാന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3ലും GS1ലും GS2ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി മാപ്പിംഗ് ആൻഡ് കൺസർവേഷൻ എഫേർട്ട്, ബയോഡൈവേഴ്സിറ്റി ഇൻ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, റോൾ ഓഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്റേഷൻ, ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, കൊംബുച ക്യാൻ റീബാലൻസ് ദ ഗട്ട് എക്കോസിസ്റ്റം ഇൻ പീപ്പിൾ വിത്ത് ഒബിസിറ്റി. അതായത് ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക് 8 ആഴ്ചയോളം ഈ പറഞ്ഞ കൊംബുച ഡ്രിങ്ക് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗട്ടില് കാര്യമായ രീതിയിൽ മാറ്റങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡീസിൽ പറയുന്നത്. സോ അവരുടെ മെറ്റാബോളിക് ഹെൽത്ത് വളരെയധികം ഇംപ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ഗട്ട് ബാക്ടീരിയ വളരെയധികം ഫേവറബിൾ എന്നുള്ള രീതിയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ബ്ലഡ് ഗ്ലൂക്കോസ്, ഇൻസുലിൻ, ഇൻഫ്ലമേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പ്രോമിസിംഗ് ആണ്, പക്ഷെ അത് ഇൻകൺക്ലൂസീവും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡയറ്ററി ഡൈവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്.
സോ അങ്ങനെയാകുമ്പം ഈ ഒരു കൊമ്പൂച്ച ഡ്രിങ്കിന്റെ സ്റ്റഡീസും മറ്റും നമുക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് വീണ്ടും നമ്മൾ അനാലിസിസ് നടത്തേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു സ്റ്റഡീസ് വളരെയധികം ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം ലോക്കലൈസ്ഡ് റിസർച്ച് ആയിരിക്കും ഈ ഒരു കൊമ്പൂച്ച ഡ്രിങ്കിന്റെ പേരിൽ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം അത്രത്തോളം ഡയറ്ററി ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പ്രോബയോട്ടിക്സ്, ഗട്ട് മൈക്രോബയോമും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യുക, അതിനൊക്കെ ഇമ്മ്യൂണിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഒക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബയോട്ടിക്സിന്റെ ഒബ്ജക്റ്റീവ്. അതേപോലെ തന്നെ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് ഡൈജഷൻ, മെറ്റാബോളിസം, ഇമ്മ്യൂണിറ്റി, മെന്റൽ ഹെൽത്ത് തുടങ്ങിയവയെ തന്നെ ഓവറോൾ എന്ന രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഗട്ട് മൈക്രോബയോം. അതേണക്ക് തന്നെ ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഫെർമെന്റഡ് ഫുഡ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുക. സോ അത് ഗട്ട് ഹെൽത്തിന് വളരെയധികം ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. എന്താണ് ഈ പറഞ്ഞ കൊമ്പൂച്ച ഡ്രിങ്ക്? അതായത് ഫെർമെന്റഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ടീ ആണ് ഈ പറഞ്ഞ കൊമ്പൂച്ച ഡ്രിങ്ക്. ഗട്ട് ഹെൽത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോബയൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ഈ പറഞ്ഞ കൊമ്പൂച്ച. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 GS1 ഈ ഒരു സ്റ്റഡീസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എവിഡൻസ് ബേസ്ഡ് ഇവാലുവേഷൻ ഓഫ് പ്രോബയോട്ടിക് ഹെൽത്ത് ട്രെൻഡ്സ്, റോൾ ഓഫ് ഗട്ട് മൈക്രോബയോം ഇൻ മെറ്റാബോളിക് ഹെൽത്ത്, റീജിയണൽ ഡയറ്ററി പാറ്റേൺസ് ആൻഡ് ദർ ഹെൽത്ത് ഇമ്പാക്ട്സ് ഇൻ ഇന്ത്യ. ഇത്രയും ടോപ്പിക്കലി ഈ ഒരു സ്റ്റഡീസ് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽസ് ആയാലും അതേണക്കന്നെ ന്യൂസുകളായാലും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.